മറ്റൊരാൾ പറയുന്നുണ്ട് എന്തോ ട്രാൻസ്പോർട്ടിൽ എന്തോ ഒരു മിസ്റ്റേക്ക് കാണിച്ചപ്പം സാധാരണ ഉടനെ ട്രാൻസ്ഫർ അല്ലേ അല്ലെങ്കിൽ സസ്പെൻഷൻ അല്ലേ, ഇത് അതല്ലെന്ന് മറ്റേ സ്നേഹഭവനിൽ 3 ദിവസം പോയി ക്ലീൻ ചെയ്യാനും പിടിക്കാനും നിർത്തി കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ട്രാൻസ്പോർട്ടിലല്ല, ഈ പിള്ളേരൊക്കെ വണ്ടി റോങ് ആയിട്ട് ഓടിക്കുമ്പോഴേ അവരെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഒരു ഇതുപോലെ ഈ ഗാന്ധി ഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ അയക്കും. ഇവരെ ഈ ഒരു അമച്വറായിട്ടുള്ള ബിഹേവിയർ മാറാൻ വേണ്ടിയിട്ട് ഒരു സേവനം ചെയ്യാമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ആ സേവനത്തിനാണ് വിടുന്നത് പലപ്പോഴും. അങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരു 4-5 ദിവസം ചെയ്തിട്ട് വരിക. ഇപ്പം അത് മാത്രമല്ല, ഇപ്പം ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്യും. മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ട്രെയിനിങ് സെൻ്ററുണ്ട് എടപ്പാളിൽ. അവിടെ പോയി 5 ദിവസമുള്ള ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർ ലൈസൻസിനെ പുതിയ മാറ്റി കൊടുക്കുന്നത്. അതുവരെ സസ്പെൻഷനാണ്, വേറെ ശിക്ഷയൊന്നുമില്ല. ഈ ഇത് പോയി തിരിച്ചു വരണം. അപ്പോൾ അവിടെ പോകണം, അവിടെ പോയി നിൽക്കണം. അവിടെ താമസമൊക്കെ ഉണ്ട്. അവിടെ 5000 രൂപ ചിലവുണ്ട് ഒരാഴ്ചയിൽ. ദിവസം 1000 രൂപ വെച്ച് അടച്ച് അവിടെ നിന്ന് ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന് മറ്റേ പോയത് 3 മാസം. അന്ന് ഞാൻ പറഞ്ഞില്ലേ, സൈഡിൽ കൂടെ റോങ് സൈഡിൽ കൂടെ കയറി 3 മാസം ഇടപാടിൽ പോയി. ഇപ്പോഴും ഡ്രൈവർമാർ നമ്മൾ KSRTCയിലും അങ്ങനെ കുഴപ്പം കാണിച്ചാൽ നമ്മളത് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു കയറ്റുന്നുണ്ട്. ആരെയും ഈ മദ്യപിച്ച് പോകുന്ന എല്ലാവരും പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യണം. ഇത് അവർ സസ്പെൻഡ് ചെയ്യും, പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട്. അത് കാരണം ഇത് അപകടം കുറച്ചേ പറ്റൂ. നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ റോഡിൽ മരണങ്ങളുടെ എണ്ണം വല്ലാതെ കൂടെ. അതുകൊണ്ട് നമ്മളതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. കേരളത്തിൽ ഇന്ത്യയിലൊരു വ്യത്യാസമുണ്ട്. കേരളത്തിൽ ഏറ്റവും കുറച്ച് ലൈസൻസ് വെച്ച് പാസ്സാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇപ്പം 99% ജയിക്കുമായിരുന്നു. 99.9% ജയിക്കുമായിരുന്നു ഒരു ദിവസം. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം 48 മുതൽ 50% ജയിക്കുള്ളൂ. ഒരു ദിവസം 100 പേര് ടെസ്റ്റ് എഴുതിയാൽ അതിൽ 48 പേരോ 50 പേരോ ജയിക്കത്തുള്ളൂ. വീണ്ടും വരണം. അവർ വളരെ സ്ട്രിക്റ്റാണ് ഇപ്പോൾ. അങ്ങനെ നിസ്സാരമായി കണ്ടുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നത് നിർത്തിയില്ലെങ്കിൽ നാളെ ഇതുപോലെ അപകട മരണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. കാരണം വണ്ടി ഓടിക്കാൻ അറിയാത്തവരാണ് പലരും. ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് ഇഞ്ചക്കൽ ഒരാൾ കൈതളി 2018 എടുത്ത ലൈസൻസാണ്. കൈതളിയാൻ ഇറങ്ങി, ഒരാൾ ഇടിച്ചം കൊന്നു. കൈതളിയാൻ ഇറങ്ങിയത് ഇപ്പോഴാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്. 2018 ലൈസൻസ് കിട്ടിയ ആളാണ്. പക്ഷേ ഇപ്പോഴാണ് ഡ്രൈവിംഗ് വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പോഴത്തേക്കും ഇടിച്ചു, ആൾ മരിച്ചു. ഒരാൾ റോഡേ പോകുന്നവർക്ക് ഇടി കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇടി കിട്ടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് പല സമ്മർദ്ദങ്ങളുണ്ടായിട്ടും ഗവൺമെൻറ് അത് വിട്ടുകൊടുത്തില്ല. കാരണം പല സമ്മർദ്ദവും വന്നു. ഡ്രൈവിംഗ് സ്കൂളുകാരെ ഭാഗത്തൊക്കെ വലിയ സമ്മർദ്ദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മർദ്ദം. പക്ഷേ ആരും മൈൻഡ് ചെയ്യാറില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു നല്ല ലൈസൻസേ കൊടുക്കാവുന്നതാണ്. ആ ഒരൊറ്റ ബലത്തിൽ ഈ കർശനമാക്കിയിരിക്കുകയാണ്. ഈ കമ്പൽസറി ആയിട്ട് ഈ ലൈൻ ട്രാഫിക് ഇത് ചെയ്യാനായിട്ടൊക്കെ അത് ഭയങ്കര അത് ഒരു കാരണവശാലും ആരും വലിയ കഷ്ടമാണ്. അല്ല, അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ തൃശ്ശൂരൊക്കെ റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരു ലൈനും ഇല്ലാത്ത നിലയിലേക്ക്. ഡ്രൈവിംഗിൽ ഇപ്പോൾ ലൈൻ ട്രാഫിക് പഠിപ്പിക്കുന്നു. KSRTC ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവിടെ ലൈൻ ട്രാഫിക് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ലൈൻ ട്രാഫിക് അറിയില്ല. ലൈനിൽ അങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ഡ്രൈവർക്ക് അറിയില്ലല്ലോ. വണ്ടി ഓടിക്കുന്ന ഒരു മെയിൻ റോഡിലെ ഒരു ഹൈവേയിലൊക്കെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു സ്കൂട്ടറൊക്കെ അങ്ങ് പോകണം. സ്കൂട്ടറല്ല, വലിയ വണ്ടികൾ പോകും. നമുക്ക് കയറി പോകുമ്പോൾ അത് സിഗ്നൽ ഇട്ട് കയറി പോയിക്കോട്ടെ. പക്ഷേ സിഗ്നൽ പോലും ഇടാതെ തിരിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ കുഴപ്പമുണ്ടാവുന്നത്. KSRTCയിലെ വെച്ചൊരു പടം ഉണ്ടല്ലോ, കണ്ടില്ല? കയ്യും തലയും പുറത്തെടുത്തു തോപ്പിൽ ബാസിയുടെ. അദ്ദേഹം KSRTC ജീവനക്കാരനായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. അല്ലെങ്കിൽ നാടകമായിട്ട് ഭയങ്കര ഹിറ്റായതാണ് കയ്യും തലയും പുറത്തെടുത്ത്. അത് ശരിക്കും ഒരു ബസ്സിനകത്ത് ഒരു കഥ പറയാൻ പറ്റും എന്നുള്ളതാണ് ഫേമസ്. അതാണ് അത് വലിയൊരു സ്ക്രിപ്റ്റാണ്. എഴുതി വെക്കുകയും ചെയ്യുന്നു, പുകവലി പാടില്ല, കയ്യും തലയും പുറത്തിട്ട്. ഇപ്പം കയ്യും തലയൊന്നും പുറത്തിടാൻ പറ്റില്ല, അതുകൊണ്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല. കിട്ടാ കുഴപ്പമാണെന്ന് വരുന്നവർക്ക് അറിയാം. അത് കുറച്ചുകൂടി ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ഗണേഷ്. നല്ലൊരു ട്രിപ്പ് വൈകുന്നേരം ഇവിടെ കൂടെ തന്നതിന്. അത് ഈ മുകളിലിരുന്ന് കാണാം ഈ റോഡ്. പലപ്പോഴും നടന്നിട്ടും സൈക്കിൾ ചവിട്ടിയിട്ടും ഒക്കെ ഉള്ള റോഡാണിത് നമ്മുടെ ജീവിതത്തിൽ. അതിങ്ങനെ ഒരു ഭംഗിയായൊരു രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയത് നന്നായി.